ധനുഷ്കോടി എങ്ങനെ പ്രേത നഗരമായി? ഒരു കാലത്ത് ഇന്ത്യയുടെ തെക്കേറ്റത്ത് പ്രധാന വാണിജ്യ നഗരമായിരുന്ന ധനുഷ്കോടി ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് മാഞ്ഞുപോയ കഥ നോക്കാം നമുക്ക്. ഒരു വശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും മറുവശത്ത് ബംഗാൾ ഉൾക്കടലും സ്ഥിതി ചെയ്യുന്ന ധനുഷ്കോടി ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന പുരാതന നഗരമായിരുന്നു. 1964 ഡിസംബർ 23 രാത്രി 11:55 പാമ്പൻ സ്റ്റേഷനിൽ നിന്നും 110 നമ്പർ പാസഞ്ചർ ട്രെയിൻ ധനുഷ്കോടി ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ട്രെയിൻ പാമ്പൻ പാലത്തിലെത്തിയപ്പോൾ സിഗ്നലുകൾ നിലച്ചു. ഈ സമയം പെട്ടെന്നാണ് ഇരുട്ടിൽ നിന്നും ഒരു മലയോളം പോകുന്ന തിരമാല ആഞ്ഞടിച്ചത്. നിമിഷങ്ങൾക്കുള്ളിൽ കടൽ വിഴുങ്ങിയ ട്രെയിൻ മുഴുവൻ യാത്രക്കാരുമായി കടൽ ആഴങ്ങളിലേക്ക് അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. ഇതോടൊപ്പം തന്നെ ധനുഷ്കോടി എന്ന മഹാനഗരത്തെയും ഒറ്റ രാത്രി കൊണ്ട് ഈ അതിഭീകര ചുഴലിക്കാറ്റ് കവർന്നെടുത്തു. 1800-ലധികം പേർക്കാണ് അന്ന് ആ മഹാദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. ഇന്നും ആ പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് നടന്ന മഹാദുരന്തത്തിന്റെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളുമായി നിലകൊള്ളുന്നുണ്ട്. ഒരു സ്മാരകം പോലെ നിലകൊള്ളുന്ന പഴയ പോസ്റ്റ് ഓഫീസിന്റെയും റെയിൽവേ സ്റ്റേഷന്റെയും പള്ളികളുടെയും അവശിഷ്ടങ്ങൾ ഇപ്പോഴും 62 വർഷങ്ങൾക്ക് മുൻപ് നാമാവശേഷമായ ഈ നഗരം സന്ദർശിക്കുന്നവർക്ക് കാണാൻ സാധിക്കും.